എല്ലേലും ഇത് 3 പേർക്ക് തികത്തില്ല. ഏതായാലും പൊന്നുമോനെ നീ കത്തി കാണിച്ച് ചോറ് മേടിച്ച് എന്നാ ഇത്തിരി ചതാവിരി അച്ചാറും കൂടെ മേടിച്ചോട് പോരാൻ മേലായിരുന്നു. അല്ലെങ്കിൽ അപ്പന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പനൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്താണ്? ഒരു അരക്കുപ്പി ബ്രാൻഡ് മേടിച്ച് പൊട്ടിച്ചാൽ ലൂക്കോസ് ഉപ്പിക്കകത്തേക്ക് ഒഴിച്ചതാ. ചപ്പനൊന്നും മുണ്ടാണ്ട് കിടക്കണ്ട. ബ്രാൻഡ് കുടിക്കാൻ പറ്റിയ നേരം. ഓടാ പന്നി. അതെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റോസമ്മ എന്നെ കണ്ടിട്ടേ പോകാവൂ. എങ്ങനെയുണ്ട് കമ്മൻ? വേറെ കുഴപ്പമൊന്നുമില്ല ഡാക്ടറെ. പിന്നെന്താ? പക്ഷെ മൂത്രം പോണില്ല. ഈ ലൂക്കോസ് കയറ്റം നിർത്തിയിട്ടേ ഇത്തിരി മൂത്രം കയറ്റിയാൽ മതിയായിരുന്നു. അതെ, ഈ മൂത്രം അകത്തേക്ക് കയറ്റാനുള്ളതല്ല കമ്മൻ, അത് പുറത്തേക്ക് ഒഴിക്കാനുള്ളതാ. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ വേണേ പോകാം കേട്ടോ. എന്നാ ഇന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്തേക്ക് ഡോക്ടറെ. പേഷ്യന്റ് നിങ്ങളുടെ ആരാ? അപ്പനാണ്. ആഹാ, എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? അപ്പന് ഫാമിലി ഒന്നുമില്ല, ഞങ്ങള് മക്കള് മാത്രമേ ഉള്ളൂ. ഓഹോ. അല്ല ഡോക്ടറെ, അപ്പനെന്താണ് സൂക്കേട്? സൂയിസൈഡ് അറ്റംപ്റ്റ്. അയ്യോ, അതത്രയും വലിയ സൂക്കേടാണോ? അല്ല, നല്ല അടിയിട്ടാത്തതിന്റെ സൂക്കേടാ. ആത്മഹത്യാശ്രമം. ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദിവസവും 3 നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ. ഈ നിൽക്കുന്ന റോസമ്മ ചുരുങ്ങിയത് 4 നേരവും. ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എൻ്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ? എല്ലാം ഞാൻ നേരിടുന്നില്ലേ, സഹിക്കുന്നില്ലേ? പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ. ടേക്ക് ഇറ്റ് ഈസി. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ. ഡോക്ടേഴ്സ് റൂമിലേക്ക് നടക്കുന്ന റോസമ്മ. അപ്പനെ ഈ കോലത്തിൽ കിടത്തിയപ്പോ നിനക്ക് സമാധാനമായില്ല. ഞാനെന്താ പാതിരാത്രി ഒരു വീട്ടിൽ കയറി ചെന്ന് കത്ത് കാണിച്ച് ഭക്ഷണം ചോദിക്കുമ്പോ ഓർക്കണമായിരുന്നു അവര് ചതിക്കുന്നു. ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം. ബാക്കി നിനക്ക് വന്നിട്ട് അങ്ങോട്ട് മാറി. എടാ, അത് പോട്ട്, നീ ചോദിക്കാൻ നിൽക്കണ്ട. മകനെ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ അപ്പ? ഇവിടെ ഇരുന്നേ. സത്യം പറ, പൂർവ്വവൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നല്ലേ? അപ്പാ, എടാ പെങ്കുച്ചു കൊള്ളാല്ലേ? നീ അപ്പന്റെ തലയെ തൊട്ട് സത്യം ചെയ്തില്ലടാ പന്നി. നീ മോട്ടിക്കലെന്ന്. പിന്നെ നീ ഇപ്പൊ എന്താ കാണിച്ചത്? എന്ത്? 4 പേരുടെ ജീവൻ രക്ഷിച്ചത് തെറ്റായി പോയാ? അതല്ല. എന്തല്ല തെറ്റായി പോയെങ്കിൽ പറയടാ. നീ കുറച്ച് ചോറ് വിഷം കലക്കിത്താ, ഞാൻ അവരെ കൊണ്ട് തല്ലി തീറ്റിക്കാം. എന്താ വേണ്ടേ? വേണ്ടേന്ന്. ചുമ്മാ ഇരിക്കട്ടെ, കളിക്കല്ലേ? ഇയാൾക്ക് ഇത് തന്നെ പണിയാ. എന്താ? വിഷമൊഴിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം തരുമോ? കഞ്ഞി പാകായിട്ടില്ല. എങ്കിൽ ഞാനും കൂടി സഹായിക്കാം. എന്താണെന്നറിയില്ല, വെറുതെ ഇരിക്കുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. നിങ്ങൾ അപ്പുറത്തേക്ക് പൊയ്ക്കോ. എങ്ങനെ പോകും മോളെ? ഇങ്ങോട്ട് മറിക്ക. ഇനിയും വല്ല വിഷമൊക്കെ ഇട്ട് തന്നാലോ? അതെ, എപ്പോഴും ഇങ്ങനെ വിഷത്തിന്റെ കഥ പറയണമെന്നില്ല. എന്താ കുട്ടി ഇത്? നിങ്ങളൊക്കെ ഇങ്ങനെ ദിക്സാക്ഷിയിലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ വിഷമമുണ്ട് കേട്ടോ, വിഷമമുണ്ട്. എന്താ അനിയത്തി കുട്ടികളുടെ പേര്? എന്റെ പേര് സിന്ധു. ബിന്ദു. എന്താ ചേച്ചിയുടെ പേര്? ഷീല. ഷീല? ഞാൻ സത്യൻ. സത്യനും ഷീലയും. അല്ല, ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? ചെമ്മീനില്ല, ചാള മതി അമ്മാമ. സ്മാർട്ട് ബോയ്. ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ. അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞു കിടക്കുക, പുറത്ത് നല്ല പെയിന്റും. എഞ്ചിൻ പണി മാത്രല്ല, ആക്സിലും പോയി കിടക്കുക. താനേ ശവമൊന്നും മാന്തിപ്പറിച്ച് വലിയ പണിയൊന്നും പണിയണ്ട. ഇതൊന്നും ഇവിടെ നിന്ന് ഓടാനുള്ള പരിപാടി തന്നാ മതി. ആക്സിൽ അയച്ചെടുത്ത് ലെയ്ത്തി കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം. നാളത്തേക്ക് വണ്ടി എടുക്കാം. ഇത് വല്ല ഇടങ്ങേറായല്ല. ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ലതും കിട്ടുക? ഈ നാട്ടിൽ ലോഡ്ജാ, അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോണം. ഇവിടൊക്കെ കൃഷിക്കാരല്ലേ, പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും. തേവരോട് ചോദിച്ചാ തേവാരെന്ന് പറയാന്നുണ്ട് കുറെ നേരമായില്ല. ആരാണ് തേവാര്? തേവാരല്ല, തേവര്. എന്ത് പണ്ടാറോങ്കിലും ആകട്ടെ, ഈ നാട്ടിലെ ദൈവവും ചെകുത്താനും ഒക്കെ ഈ തേവരാ. ശരിക്കും പറഞ്ഞാ തേവര് പാലക്കാടൻ മലയാളിയാ. 82 ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ. ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ. സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലും, എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലും. എന്താണ് പ്രശ്നം? എന്ത് കണ്ടോ
ഇനി നിങ്ങൾ പോയിട്ട് വിളിക്കും മാമൻ കണ്ടുപിടിക്കാട്ടാ. 1 2 3 4 5 പേടിപ്പിച്ച് കളഞ്ഞോടാ പന്നി. നീ ഇങ്ങനെ കളിച്ചിരിച്ച് നടന്നോ? വണ്ടി പോകാൻ 3-4 ദിവസവും. വണ്ടി എടുത്തിട്ട് ഇപ്പൊ എവിടെ പോവാനാ? നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോരെ. അതിപ്പോ ഇവിടെ തന്നെ ആയാലെന്താ? അതിന് നിനക്ക് പണി വല്ലതും അറിയാവാ? ഇതേ നമ്മുടെ അപ്പനവിടെ വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പനുള്ള വാർണിഷ് മേടിച്ചാ. അന്യ വീടാണ്. അപ്പനോടെ ഒതുക്കത്തിലേക്ക് അടിക്കാൻ പറ. യാ, ഇങ്ങോട്ട്